എല്ലാവർക്കും ശുഭാസ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് അക്ഷരമുറ്റം സ്കൂൾ തലം മത്സരത്തിന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അക്ഷരമുറ്റം സ്കൂൾ തലം 2025 എന്നതിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. തുടർന്നും വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റലിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര്. ഗസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിൻ്റെ നേതൃത്വത്തിൽ ജൂൺ ആദ്യവാരം ഇറ്റാലിയൻ തുറമുഖമായ കാറ്റലിയയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൻ്റെ പേര്. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ചോദ്യമാണിത്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം: മാഡ്ലിൻ. ഫ്രീഡം ഫ്ലോറ്റില കോയൽഷൻ്റെ കപ്പൽ ഗസയിലെ ആദ്യത്തെ മീൻപിടുത്തക്കാരി എന്നറിയപ്പെടുന്ന മദലിൻ കുലാബിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ കപ്പൽ തടഞ്ഞു വച്ചിരുന്നു ഈ കപ്പലിന്. രണ്ടാമത്തെ ചോദ്യം: പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പേര്. ഈ അടുത്തായിരുന്നു ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരുന്നത്. ഉത്തരം: ഓപ്പറേഷൻ സിന്ദൂർ. ഒറ്റവാക്ക് ഉത്തരങ്ങൾക്ക് പകരം ഉത്തരങ്ങളുടെ ആഴം അനുസരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്വിസിന് ഉപകാരപ്പെടും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആയിരുന്നു. ഇന്ത്യയുടെ സംയുക്ത സൈന്യാധിപൻ അനിൽ ചൗഹാനാണ്. കരസേനാ മേധാവി ലഫ്റ്റനൻറ്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. നാവിക സേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. മൂന്നാമത്തെ ചോദ്യം: 2025 മിസ് വേൾഡ് കിരീടം നേടിയതാര്? 2025 മിസ് വേൾഡ് കിരീടം നേടിയതാര്? ഉത്തരം: ഒപ്പാൽ സുജാത. മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ തായ്ലൻഡുകാരിയാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയായിരുന്നു. മത്സരവേദി ഹൈദരാബാദായിരുന്നു. നാലാമത്തെ ചോദ്യം: 2025 പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? 2025 പുകയില വിരുദ്ധ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ഉത്തരം: ബ്രൈറ്റ് പ്രൊഡക്ട്സ്, ഡാർക്ക് ഇൻറ്റൻഷൻസ്, അൺമാസ്കിംഗ് ദ അപ്പീൽ. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്ക് കമൻറ്റ് ചെയ്യാനുള്ള ചോദ്യം: പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏത്? ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം രേഖപ്പെടുത്തുന്ന ആളെ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിലെ അവസാന ചോദ്യം: ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആട്. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആടിൻ്റെ പേര്. ഉത്തരം: നൗറി. CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് നൗറിയെ വികസിപ്പിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ മറക്കരുത്.